റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്തിടെ പറഞ്ഞ ഒരു വാചകമാണ് റഷ്യയില്ലെങ്കിൽ ലോകരാജ്യങ്ങളില്ല എന്നുള്ളത്. 14 വർഷങ്ങൾക്ക് മുമ്പ് 2011 റഷ്യൻ ജനറലായ സെർജി കാരോക്കോവ് പറഞ്ഞ മറ്റൊരു കാര്യം, വേണമെന്നുണ്ടെങ്കിൽ അമേരിക്കയെ റഷ്യയ്ക്ക് തകർക്കുവാൻ വേണ്ടത് വെറും 30 മിനിറ്റ് മാത്രമാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും പറഞ്ഞത് ഒരൊറ്റ ആയുധത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസത്തിലാണ്. ആ ഒരു ആയുധം അതാണ് ഡെഡ് ഹാൻഡ് സിസ്റ്റം. അതെ, ലോകരാജ്യങ്ങൾ റഷ്യയെ ഭയക്കുന്നതിനുള്ള പ്രധാന കാരണം റഷ്യ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡെഡ് ഹാൻഡ് സിസ്റ്റം. എന്താണ് ഡെഡ് ഹാൻഡ് സിസ്റ്റം? ശീതയുദ്ധകാലത്ത് അമേരിക്ക ജപ്പാനിൽ ആറ്റം ബോംബുകൾ വർഷിച്ചു. അതുപോലെ അവർ റഷ്യയും ആക്രമിക്കുമോ എന്ന ഭയം റഷ്യയ്ക്കുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി റഷ്യയിൽ ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റമാണ് ഡെഡ് ഹാൻഡ് സിസ്റ്റം. 1985 ഇത് സ്ഥാപിച്ചത്. റഷ്യയ്ക്കുള്ളിൽ പല സ്ഥലങ്ങളിലും സെൻസറുകൾ സ്ഥാപിക്കുകയും എല്ലാ സെൻസറുകളും കമാൻഡ് സെൻറ്ററുമായി യോജിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന മിലിറ്ററി റേഡിയോ സിഗ്നൽസ്, റേഡിയേഷൻ ലെവൽസ്, എയർ പ്രഷർ, ടെമ്പറേച്ചർ, ഗ്രൗണ്ട് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സിമിലർ ടു എർത്ത് ക്യൂക്ക് മൂവ്മെൻറ്റ്സ് എന്നിവ ഈ സിസ്റ്റം വളരെ ഫലപ്രദമായി ക്യാപ്ചർ ചെയ്യും. ഇനി അഥവാ അമേരിക്കയോ മറ്റ് രാജ്യങ്ങളോ റഷ്യയെ ആക്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കമാൻഡ് സെൻറ്ററിലേക്ക് പോകും. കമാൻഡ് സെൻറ്ററിൽ നിന്നും തിരിച്ച് റെസ്പോൺസ് ഒന്നും തന്നെ ഉണ്ടായില്ല എങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മരിക്കുകയോ അതോ ഇപ്പോഴുള്ള എല്ലാ മിലിറ്ററി ഉദ്യോഗസ്ഥരും മരിച്ചാൽ പോലും ആളില്ലാതെ തന്നെ റഷ്യയ്ക്ക് അമേരിക്കയെയോ അതോ ഏത് രാജ്യമാണ് റഷ്യയെ അറ്റാക്ക് ചെയ്തത് ആ രാജ്യത്തെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനും സാധിക്കും. 1980കളിൽ റഷ്യ സ്ഥാപിച്ച ഈ രഹസ്യ ആണവ പ്രതികാര സംവിധാനം ഒരിക്കൽ പ്രവർത്തിച്ചാൽ ലോക യുദ്ധങ്ങൾ തന്നെ അവസാനിപ്പിക്കാൻ കഴിയും. 80കളിൽ സ്ഥാപിച്ച സംവിധാനമാണ് ഇതെങ്കിലും റഷ്യയുടെ പ്രതിരോധ വകുപ്പ് പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് നവീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹൈപ്പർസോണിക് മിസൈലുകൾ, പുതിയ സാറ്റലൈറ്റ് റഡാറുകൾ, മെഷീൻ ലേണിംഗ്, അസാധാരണമായ സെൻസിംഗ് സംവിധാനങ്ങൾ തുടങ്ങി വളരെ ഏറെ നൂതന സാങ്കേതിക വിദ്യകൾ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. റെഡ് ഹാൻഡ് സിസ്റ്റം എന്നത് യഥാർത്ഥത്തിൽ റഷ്യയുടെ പ്രീമിയർ സിസ്റ്റമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ലോകത്ത് ഇത്തരം ഒരു മാനുഷിക നിയന്ത്രണമില്ലാത്ത യുദ്ധപ്രതികാര സംവിധാനം ഉള്ളത് റഷ്യയ്ക്ക് മാത്രമാകാം. ഇത് യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പോലും റഷ്യയ്ക്ക് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏതൊരു പ്രബല ശക്തിക്കും റഷ്യൻ റെഡ് ഹാൻഡ് സിസ്റ്റം എന്നും ഒരു ഭീഷണി തന്നെയാണ്.